ഹായ് ഫ്രണ്ട്സ്, ന്യൂസ് അറ്റയിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പോൾ നമുക്കിന്നത് വാഴപ്പിണ്ടി കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചേക്കുക. അതിനൊപ്പം തന്നെ അരപ്പിനായിട്ട് തേങ്ങാപ്പീരയും ആവശ്യത്തിനുള്ള തൈരും ഇച്ചിരി ഉപ്പും കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ നമ്മുടെ വാഴപ്പിണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങാപ്പീരയും പിന്നെ കുറച്ച് കരിവേപ്പിലയും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അത് ഇത്രയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ വരെ മൂപ്പിച്ചെടുക്കുക. അതായി വരുമ്പോഴത്തേനും നമുക്ക് വറ്റൽമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ വെന്ത് വന്നിരിക്കുന്ന വാഴപ്പിണ്ടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ പകുതി റെഡി. ഇനി നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തൈരിൻ്റെ കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എന്തായിട്ടും ഒന്ന് മനസ്സിലായാലും വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വാഴപ്പിണ്ടി പച്ചടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.